ഹായ് ഫ്രണ്ട്സ്, നോട്ട്സ് ബോഗിൽ ഇന്ന് നമ്മൾ ഓൾജിബ്ര ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോർഷനിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. അതായത് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസിനെയും നമുക്കൊരു ജനറൽ ഫോമിൽ എഴുതാൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് എക്സ് എൻ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എൻ പ്ലസ് ബി എന്നുള്ളൊരു ജനറൽ ഫോമിലേക്ക് നമുക്ക് ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നു കഴിഞ്ഞാലും അതിന് നമുക്ക് ഈ ഒരു ഫോമിലേക്ക് എഴുതാൻ പറ്റുമെന്ന് ആണ് പറയുന്നത്. ഓക്കെ, ഇനി അഥവാ ഇങ്ങനെയും പറയാം, തിരിച്ചും പറയാം. അതായത് ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് എക്സ് എൻ ഇസ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി എന്നുള്ള ഒരു ഫോമിലാണ് അത് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എന്നാൽ അതിനെ നമുക്ക് എ എൻ പ്ലസ് ബി എന്നുള്ള ഫോമിൽ എഴുതാനും പറ്റും. ഇനിയിപ്പോൾ ഈ ഒരു ഫോമിലുള്ള ഒരു എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ഇവിടെ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, എൻ ആണ് നമ്മൾ നമ്പർ ഓഫ് ടേംസിലൊക്കെ യൂസ് ചെയ്യുമല്ലോ, ആ എൻ ആണ് ഇവിടെ പറയുന്ന ഈ എൻ. ദെൻ ഇവിടെ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും ഒരു കോൺസ്റ്റൻ്റ് നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി അരിത്തമെറ്റിക് സീക്വൻസ് കാണുന്നതിൻ്റെ ഒരു ഫോം പഠിച്ചിട്ടുണ്ട്. എക്സ് എൻ ഇസ് ഈക്വൽ ടു എക്സ് വൺ, അതായത് ഫസ്റ്റ് ടേം പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എക്സ് വണ്ണിനെ നമുക്ക് എങ്ങനെ കൊടുക്കാം, എഫ് എന്ന് കൊടുക്കാം, ഫസ്റ്റ് ടേം അല്ലേ, അപ്പോൾ എഫ് എന്ന് കൊടുക്കാം, പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. ഇതിനെ നമുക്ക് എഫ് പ്ലസ് എൻ ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ ഡി എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഡി ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതിന് എന്നോട് കൂടെയുള്ള ടേമിനെ നമുക്ക് ആദ്യം എഴുതാം. അപ്പോൾ ഡി എൻ പ്ലസ് പിന്നെ എഫ് മൈനസ് ഡി ആണുള്ളത്. ഇവിടെ എഫ് എന്ന് പറയുന്നത് ഒരു നമ്പർ ആയിരിക്കും, ഡി എന്ന് പറയുന്നത് നമ്പർ ആയിരിക്കും. അപ്പോൾ ഇതെന്താണ്, എഫ് മൈനസ് ഡി എന്ന് പറയുന്നത് ഒറ്റ ടേം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദെൻ എന്നുള്ള ടേം വേറെ ഒന്നും. അപ്പോൾ ഇത് എന്താണ്, ഡി എന്നുള്ളതിന് പകരം നമുക്ക് എ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എ എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്നുള്ളതിന് പകരം നമുക്ക് ബി എന്ന് കൊടുക്കാം. അപ്പോൾ എക്സ് എൻ ഇസ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി എന്ന ഫോമിലേക്ക് നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഈ ഒരു ഫോമിലേക്ക് എഴുതി ആക്കാൻ പറ്റും. അതേപോലെ ഈ ഒരു ഫോമിലാണ് നമുക്കൊരു എക്സ്പ്രഷൻ തരുന്നതെന്നുണ്ടെങ്കിൽ അതെന്താണ്, അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കും എന്നുള്ളതും നമുക്ക് ആ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സീക്വൻസ് ആണ് 19, 28, 37 എക്സെട്ര. ഓക്കെ, ഈ സീക്വൻസ് ആണ് എക്സാമ്പിൾ ആയിട്ട് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് 15th ടേം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളെങ്ങനെ കാണാം, x15 ഇസ് ഈക്വൽ ടു x1 പ്ലസ് 14d അല്ലേ, അതായത് 15 ഇസ് ഈക്വൽ ടു x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. സോ ഇവിടെ നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത് n 15 ആണ്. സോ n മൈനസ് 1 എന്ന് പറയുന്നത് 15 മൈനസ് 1 എന്ന് വരും. 15 മൈനസ് 1 എന്ന് പറയുന്നത് 14 ആണ്. സോ x1 പ്ലസ് 14d എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി ഡി എന്താണെന്ന് കാണണം. ഡി ഈസ് ഈക്വൽ ടു എന്താ, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അതായത് 28 മൈനസ് 19, അത് 9 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് x15 ഇസ് ഈക്വൽ ടു x1 എന്താ ഫസ്റ്റ് ടേം ആണ്, ഫസ്റ്റ് ടേം അവിടെ 19 ആണ്. സോ 19 പ്ലസ് 14 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 9. സോ 19 പ്ലസ് 126 എന്ന് വരും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 145. 15th ടേം നമ്മൾ കണ്ടുപിടിച്ചു. ഇതേപോലെ x20 കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതും സെയിം സ്റ്റെപ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ദെൻ ഇനി nth ടേം എന്തായിരിക്കും വരിക ഈ സീക്വൻസിൽ, തന്നിട്ടുള്ള സീക്വൻസിൽ nth ടേം എങ്ങനെയാണ് നമുക്കൊരു ആൾജിബ്രിക് എക്സ്പ്രഷൻ ആക്കിയിട്ട് മാറ്റാൻ പറ്റുക എന്നുള്ളത് നോക്കാം. അതായത് nth ടേം എന്താ, എക്സ് എൻ അല്ലേ, എക്സ് എൻ ഇസ് ഈക്വൽ ടു എങ്ങനെ ഇതാ, x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇവിടെ x1 എന്ന് പറയുന്നത് 19 ആണ്, പ്ലസ് n നമുക്ക് വാല്യൂ ഇല്ല. സോ ഡി ഇൻറ്റു എൻ, ഡീൻ്റെ വാല്യൂ എന്താ, n മൈനസ് 1 ഇൻറ്റു ഡി, ഡീൻ്റെ വാല്യൂ 9 ആണ്. സോ 19 പ്ലസ് 9 ഇൻറ്റു എൻ, അപ്പോൾ 9n മൈനസ് 1 ഇൻറ്റു 9 അല്ലേ, സോ മൈനസ് 9. ഓക്കെ, പിന്നെ ഈ 9n എന്നുള്ളത് നമുക്ക് ആദ്യം എഴുതാം, കാരണം എൻ്റെ ടേം നമുക്ക് ആദ്യം മാറ്റി എഴുതാം. സോ 9n പ്ലസ്
പിന്നെന്താ ഉള്ളത്? ഒരു 19 ഉണ്ട്, -9 ഉണ്ട്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 9n പ്ലസ് 19 - 9, സോ 10. ഓക്കെ, അപ്പോൾ ഇതെന്ത് ഫോമിൽ വന്നു? xn ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. xn is equal to an plus b എന്നുള്ള ഫോമിൽ വന്നില്ലേ? എൻ്റെ പൊസിഷനിൽ 9 വന്നു, ബിൻ്റെ പൊസിഷനിൽ 10 വന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ തന്നിട്ടുള്ള സീക്വൻസിൻ്റെ nth ടേം കാണാനുള്ള ഓൾജിബ്രിക് എക്സ്പ്രഷനാണ് ഈ 9n + 10 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പേജ് നമ്പർ 24 പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ 8th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 12 ആൻഡ് ഇറ്റ്സ് 12th ടേം ഈസ് 8. വാട്ട് ഈസ് ദ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫോർ ദിസ് സീക്വൻസ്? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മളടുത്ത് 8th ടേം എന്ന് പറയുന്നത് 12ഉം 12th ടേം എന്ന് പറയുന്നത് 8 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ നമ്മളടുത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ x8 എന്ന് പറയുന്നത് 12ഉം x12 അതായത് 12th ടേം എന്ന് പറയുന്നത് 8 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ രണ്ട് ടേംസ് തന്നു കഴിഞ്ഞാൽ അതിലുള്ള കോമൺ ഡിഫറൻസ് വെച്ച് കണ്ടുപിടിച്ചിട്ട് പിന്നെ നമുക്ക് ആ കംപ്ലീറ്റ് സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ എക്സസൈസിൽ ചെയ്തതാണ് എങ്ങനെയാണെന്നുള്ളത്. സോ നമുക്ക് അതേപോലെ ഡി കണ്ടുപിടിക്കാം. ഓക്കെ, ഡി കണ്ടുപിടിക്കുക എങ്ങനെയായിരുന്നു? ഡിഫറൻസ് ഇങ്ങനെ രണ്ട് ടേംസ് തന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ കാണാം? ഡിഫറൻസ് ഓഫ് പൊസിഷൻ ഇൻറ്റു കോമൺ ഡിഫറൻസ് ഡി ഇസ് ഈക്വൽ ടു ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഡി കാണണമെങ്കിൽ ഡി ഇസ് ഈക്വൽ ടു ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് ബൈ ഡിഫറൻസ് ഓഫ് പൊസിഷൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് എന്ന് പറയുമ്പോൾ ഏതാണ്? 12th ടേം 8 ആണ്. ഓക്കെ, അപ്പോൾ 8 മൈനസ് അടുത്തത് 8th ടേം 12 ആണ്. സോ 8 - 12 ബൈ അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ ആണ്. സോ ഇവിടെ 12th ടേം അല്ലേ, അപ്പോൾ പൊസിഷൻ ഇവിടെ 12 ആണ്. ദെൻ ഇവിടെ 8th ടേം ആണ്. സോ പൊസിഷൻ 8 - 8. ഓക്കെ, അപ്പോൾ ഇതെന്താ വരിക? 8 - 12 -4 എന്ന് വരും. 12 - 8 എന്ന് പറയുമ്പോൾ 4 എന്ന് വരും. സോ ഡീൻ്റെ വാല്യൂ -1 എന്ന് കിട്ടും. ഓക്കെ, ഡി ഇസ് ഈക്വൽ ടു -1. ഇനി നമുക്ക് സീക്വൻസ് കംപ്ലീറ്റ് കാണാം അല്ലേ? ഓക്കെ, അപ്പോൾ ഡി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ ഇപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷനാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കാണണമെങ്കിൽ അതായത് xn is equal to an plus b എന്നുള്ള ഫോമിലാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? xn is equal to dn plus f minus d എന്നുള്ള ഫോമിലാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ d -1 ആണെന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് ടേം എഫ് കാണണം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമുക്ക് 8th ടേം 12 എന്നുള്ള കൺസിഡർ ചെയ്യാം. സോ x8 is equal to x8 നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടേം പ്ലസ് 7d എന്ന് എഴുതിക്കൂടെ? അതായത് x8 is equal to ഫസ്റ്റ് ടേം പ്ലസ് n-1 എന്ന് പറയുന്നത് 8 - 1 ഇൻറ്റു ഡി ആണ്. സോ ഇവിടെ 8 - 1 എന്ന് പറയുമ്പോൾ 7 വരും. സോ എഫ് പ്ലസ് ഫസ്റ്റ് ടേം പ്ലസ് 7d ആണ് 8th ടേം വരുന്നത്. സോ 8th ടേമിൻ്റെ വാല്യൂ നമുക്ക് 12 ആണെന്ന് അറിയാം. ഫസ്റ്റ് ടേം നമുക്ക് അറിയില്ല. സോ എഫ് എന്ന് എഴുതാം. ദെൻ പ്ലസ് 7 ഇൻറ്റു ഡീൻ്റെ വാല്യൂ എന്താ? -1. ഓക്കെ, 7 ഇൻറ്റു -1 ആണ്. സോ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഈ എഫിനെ ഇവിടെ നിർത്തിയിട്ട് എഫിനെ നമുക്ക് ഇവിടെ നിർത്താം. ദെൻ ഇവിടെ 7 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ -7 ആയിരിക്കും. അപ്പോൾ ഇത് ഒരു 12 ഈക്വൽ ടു എഫ് -7. ഓക്കെ, 7 ഇൻറ്റു -1 ആയതുകൊണ്ടാണ് -7 വന്നു. ഓക്കെ, പിന്നെ എഫ് നമുക്ക് അറിയില്ല. എഫിനെ അവിടെ നിർത്താം. -7 ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? +7 എന്ന് വരും. അപ്പോൾ 12 + 7 is equal to f എന്ന് വരും. which is equal to 12 + 7 എന്ന് പറയുമ്പോൾ 19. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ തന്നിട്ടുള്ള സീക്വൻസത്തെ ഫസ്റ്റ് ടേം എന്താ? 19 ആണ്. ഇനി നമുക്ക് ഈസി ആയിട്ട് ഓൾജിബ്രിക് എക്സ്പ്രഷൻ കാണാൻ പറ്റും. സോ നമുക്ക് ഇവിടെ xn is equal to dn plus f minus d എന്നുള്ളതിൽ വാല്യൂ കൊടുത്താൽ മതി. ഡീൻ്റെ വാല്യൂ അറിയാം, എഫിൻ്റെ വാല്യൂ അറിയാം. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
എക്സ് എൻ ഇസ് ഈക്വൽ ടു ഡീൻ്റെ വാല്യൂ എന്താ കണ്ടെത്തിയത് -1 ആയിരുന്നു. സോ -1 ഇൻറ്റു എൻ പ്ലസ് എഫിൻ്റെ വാല്യൂ 19 ആണ്. ദെൻ എഫ് മൈനസ് ദെൻ ഡി. ഓക്കെ, എഫ് മൈനസ് ഡി. അപ്പോൾ ഡീൻ്റെ വാല്യൂ -1 ആണ്. സോ ബ്രാക്കറ്റിൽ കൊടുക്കാം -1 എന്ന്. അപ്പോൾ ഇതെന്ത് വരും -n പ്ലസ് 19 മൈനസ് ഓഫ് മൈനസ് ആണ്. അപ്പോൾ എന്താ വരിക മൈനസ് ഇൻറ്റു മൈനസ് വരുമ്പോൾ പ്ലസ് ആയിരിക്കും. സോ 19 പ്ലസ് 1 20. ഇതിനെ നമുക്ക് എക്സ് എൻ ഇസ് ഈക്വൽ ടു 20 മൈനസ് എൻ എന്ന് എഴുതാം. ഓക്കെ. Second question. The bird problem in class 8, the lesson equations can be slightly changed as follows. One bird said, "We and we again, together with the half of us and half of that and one more, is a natural number. Write all the possible numbers of birds starting from the least. For each of these, write the sum told by the bird also. Find the algebraic expression for these two sequences." ഇവിടെ നമ്മളടുത്ത് 2 സീക്വൻസ് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷനും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആ സീക്വൻസസ് കണ്ടുപിടിക്കാനുള്ള ഹിൻറ്റ് എന്താ തന്നിട്ടുള്ളത്? വൺ ബേർഡ് സെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു വേർഡിങ്സ് തന്നിട്ടുണ്ട്. വി ആൻഡ് വി അഗെയിൻ, ടുഗെദർ വിത്ത് ഹാഫ് ഓഫ് us ആൻഡ് ഹാഫ് ഓഫ് ദാറ്റ് ആൻഡ് വൺ മോർ ഇസ് എ നാച്ചുറൽ നമ്പർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നത്? വി ആൻഡ് വി അഗെയിൻ, അതായത് ഒരു ബേർഡ് പറയാണ്, ഒരു കൂട്ടം ബേർഡ്സ് ഉണ്ട്. അപ്പോൾ വി ആൻഡ് വി അഗെയിൻ, അപ്പോൾ ആ കൂട്ടം ബേർഡ്സിൽ ഇപ്പോൾ എക്സാമ്പിൾ ഒരു എക്സ് നമ്പർ ഓഫ് ബേർഡ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ആ കൂട്ടം ബേർഡ്സിൽ എന്താണ് എക്സ് നമ്പർ ഓഫ് ബേർഡ്സ് ആണ് അവിടെ ഉള്ളത്. സോ നമുക്ക് ഈ എക്സ് എന്ന് പറയുന്ന, അപ്പോൾ ആ ബേർഡ് പറയുകയാണ് വി ആൻഡ് വി അഗെയിൻ, അതായത് ഈ എക്സ് എന്ന് പറയുന്ന അത്രയും നമ്പർ ഓഫ് ബേർഡ്സ് ഉണ്ട് പ്ലസ് വി അഗെയിൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അത്രയും തന്നെ വീണ്ടും നമ്പർ. ഓക്കെ, എക്സ് എന്ന നമ്പർ അത്രയും ബേർഡ്സ് ഉണ്ട്, എക്സ് നമ്പർ ഓഫ് ബേർഡ്സ് ഉണ്ട് പ്ലസ് വി അഗെയിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും വീണ്ടും, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 4 ബേർഡ്സ് ഉള്ള ഒരു കൂട്ടമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ബേർഡ് പറയണം വി ആൻഡ് വി അഗെയിൻ, അതായത് 4 ഓൾറെഡി ആ ബേർഡ്സ് ഉണ്ട്, 4 ബേർഡ്സ് ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു 4ഉം കൂടി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് പ്ലസ് എക്സ്, ഓക്കെ, വി ആൻഡ് വി അഗെയിൻ അത്രയായി. ദെൻ ടുഗെദർ വിത്ത് ഹാഫ് ഓഫ് us, ഇനി എത്ര ബേർഡ്സ് ഉണ്ടോ അതിൻ്റെ നേരെ ഹാഫ്, അതായത് x/2. ഓക്കെ, x/2. ദെൻ അടുത്തത് ആൻഡ് ഹാഫ് ഓഫ് ദാറ്റ്, അതായത് ഇപ്പോൾ കിട്ടിയ x/2ൻ്റെ വീണ്ടും ഒരു ഹാഫും കൂടി കാണാം. ഓക്കെ, ഹാഫ് ഓഫ് us നമ്മൾ കണ്ടു, അതായത് ഹാഫ് ഓഫ് us എന്ന് പറയുമ്പോൾ ബേർഡിൻ്റെ ഹാഫ്, എത്ര ബേർഡ്സ് ആണ് ഉള്ളത് അതിൻ്റെ ഹാഫ്, അതായത് x/2 എന്ന് വരും. ആൻഡ് ഹാഫ് ഓഫ് ദാറ്റ്, അതായത് ഈ നമ്മൾ കണ്ടുപിടിച്ച x/2ൻ്റെ ഹാഫ് വീണ്ടും കാണണം. സോ x/2 ഡിവൈഡഡ് ബൈ 2 വരുമ്പോൾ എന്ത് വരും? x/4 എന്ന് വരും. ഓക്കെ, x/2/2 എന്ന് പറയുന്നത് x/4 വരും. ആൻഡ് വൺ മോർ, അതായത് +1. ഓക്കെ, ഇത് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. ഇത്രയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ നമ്പറാണ് കിട്ടുക എന്നാണ് ബേർഡ് പറഞ്ഞത്. ഓക്കെ, എന്താണ് വി ആൻഡ് വി അഗെയിൻ, അതായത് എക്സ് പ്ലസ് എക്സ് ടുഗെദർ വിത്ത് ഹാഫ് ഓഫ് us, അതായത് x/2 അതിൻ്റെ ഹാഫ്, എത്ര ബേർഡ്സ് ഉണ്ടോ അതിൻ്റെ ഹാഫ്, ആൻഡ് ഹാഫ് ഓഫ് ദാറ്റ്, അതായത് ഈ x/2ൻ്റെ വീണ്ടും ഒരു ഹാഫ് കാണാം. അപ്പോൾ എന്താ വരിക? x/2/2 എന്ന് വരും. അപ്പോൾ ഇതിനെ നമ്മൾ x/2 ഇൻറ്റു 1/2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ x/4 എന്ന് വരും അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ x/4 വന്നത്. ആൻഡ് വൺ മോർ, അതായത് +1. ഇത്രയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ നമ്പറാണ് കിട്ടുക എന്നുള്ളതാണ് ബേർഡ് പറഞ്ഞത്. ഇതാണ് നമ്മൾ ഹിൻഡ്. ഇപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ 2 സീക്വൻസസ് ഫോം ചെയ്യണം. ഒരു സീക്വൻസ് എന്ന് പറയുന്നത് എക്സിൻ്റെ സീക്വൻസ്, അതായത് എത്ര നമ്പർ ഓഫ് ബേർഡ്സ് ഉണ്ട് എന്നുള്ള സീക്വൻസ്. ഓക്കെ, അതാണ് ഒന്ന് കണ്ടുപിടിക്കാനുള്ളത്. ദെൻ അടുത്തത് ഇതൊക്കെ സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു എക്സിൻ്റെ വാല്യൂ കിട്ടി, ആ എക്സിന് നമുക്ക് ഈ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു =2 എന്ന് പറഞ്ഞിട്ടൊരു സമ്മ് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ സമ്മ് കിട്ടുന്ന വാല്യൂസ് ഉണ്ടാവുമല്ലോ, അതായത് എക്സിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു നാച്ചുറൽ നമ്പർ കിട്ടുന്ന കണ്ടീഷൻസ് നോക്കുക. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എക്സിന് കൊടുക്കുന്ന വാല്യൂസിൻ്റെ സീക്വൻസസും പിന്നെ അതേപോലെ ഇതെല്ലാം സമ്മ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂസിൻ്റെ സീക്വൻസസും ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് ഈ 2 സീക്വൻസിന് നമ്മൾ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. ഓക്കെ,
അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ എക്സ് പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ 2x വരും, പ്ലസ് പിന്നെ x/2 ഉണ്ട്, x/4 ഉണ്ട്. അപ്പോൾ ഇവിടെ LCM കണ്ടുപിടിക്കണം. സോ 4 ആണ് LCM വരിക. ദെൻ ഇവിടെ 2 എന്നുള്ളത് 4 ആക്കണമെങ്കിൽ ഇൻറ്റു 2 ചെയ്യണം. താഴെ ഇൻറ്റു 2 ചെയ്യുമ്പോൾ മേലെ ഇൻറ്റു 2 ചെയ്യണം. 2 സോ ഇവിടെ മേലെ 2x എന്ന് വരും, പ്ലസ് എക്സ് പ്ലസ് 1. ഓക്കെ, ദെൻ അടുത്തത് 2x പ്ലസ് 3x/4 പ്ലസ് 1. ഇത് രണ്ടും ആഡ് ചെയ്തു 3x പ്ലസ് ബൈ 4 എന്ന് കിട്ടി. 3x/4 പ്ലസ് 1 എന്ന് കിട്ടി. ഇനി ഇവിടെ എക്സിൻ്റെ ടേംസ് രണ്ടെണ്ണം ഉണ്ടല്ലേ. എക്സ് എന്ന് പറയുന്നത് വേരിയബിൾ വരുന്ന രണ്ട് ടേംസ് ഉണ്ട്, 2x ഉണ്ട്, 3x/4 എന്നുണ്ട്. അപ്പോൾ ഇതും നമ്മൾ ആഡ് ചെയ്യുക. ഇവിടെയും LCM കാണണം. അപ്പോൾ ഇവിടെ LCM എന്താ വരിക, 4 വരും. അപ്പോൾ ഇവിടെ 4 ആക്കണമെങ്കിൽ ഇവിടെ ബൈ 1 അല്ലേ താഴെയുള്ളത്. അപ്പോൾ 4 ആക്കണമെങ്കിൽ ഇൻറ്റു 4 ചെയ്യണം. സോ 4 × 2 8x പ്ലസ് 3x പ്ലസ് which is equal to 8x plus 3x എന്ന് പറയുമ്പോൾ 11 വരും. അപ്പോൾ 11x, 8 plus 3 11 ആണ്. സോ 11x/4 പ്ലസ് 1. ഓക്കെ, ഇനി ഇത് സം ചെയ്ത് കിട്ടുമ്പോൾ, അതായത് 11x/4 പ്ലസ് 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ സമ്മ് കാണുമ്പോൾ എന്താ കിട്ടുന്നത്, ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. ഓക്കെ, അതൊരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്. അതായത് നാച്ചുറൽ നമ്പർ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താണ്, ഈ 11x/4 പ്ലസ് 1, അതായത് 11x/4 എന്ന് പറയുന്നത് റിമൈൻഡർ ഒന്നും ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കണം ഈ 11x/4 എന്ന് പറയുന്നത്. ഓക്കെ, റിമൈൻഡർ 11x എന്ന് പറയുന്നത് നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഒന്നും വരാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ പ്ലസ് 1 കൂടി ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരു നാച്ചുറൽ നമ്പർ തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ ഈ 11x എന്ന് പറയുന്നത് 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എക്സിന് ഓരോ വാല്യൂസ് കൊടുത്തു കൊടുക്കാം. അപ്പോൾ 1 2 3 അങ്ങനെ ഓരോന്ന് കൊടുത്ത് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ 1 കൊടുക്കുകയാണെങ്കിൽ 11x എന്നുള്ളതിന് 1 കൊടുക്കുകയാണെങ്കിൽ 11 × 1 എന്ന് വരും. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് 1 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 11 × 1/4 എന്ന് പറയും. ഓക്കെ, പ്ലസ് 1. അപ്പോൾ ഇതെന്താ, 11/4 പ്ലസ് 1 ആണ്. അതായത് 11 എന്ന് പറയുന്നതിന് നമുക്ക് 4 കൊണ്ട് കറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അവിടെ റിമൈൻഡർ ഒരു 3 വരും. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ 11x എന്ന് പറയുന്നത് 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം, എന്നാലല്ലേ 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നതിന് നമ്മൾ 11 എന്തായാലും 11x/4 എന്നുള്ളതിന് 11 എന്തായാലും 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ് എന്ന് പറയുന്നത് 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ 11x/4 എന്ന് പറയുന്നത് നമുക്ക് റിമൈൻഡർ 0 വരും. ഓക്കെ, ഈ എക്സ് എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ് എന്നുണ്ടെങ്കിൽ 11x എന്നുള്ള നമ്പറിനെ നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ അവിടെ 0 വരും. സോ നമുക്ക് എക്സ് എന്ന് പറയുന്നത് 4 കൊടുത്തു നോക്കാം. ഓക്കെ, 4 കൊടുക്കുമ്പോൾ 11 × 4/4 എന്ന് വരും. അപ്പോൾ ഇവിടെ 4ഉം 4ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് 1 ഉണ്ട് കേട്ടോ. ഓക്കെ, 11x പ്ലസ് 1 ആണ്. സോ 11 × 4/4 പ്ലസ് 1 which is equal to, ഇവിടെ 4ഉം 4ഉം ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ 11 ആണ് ഉണ്ടാവുക. 11 പ്ലസ് 1 which is equal to 12. ഓക്കെ, ഇപ്പോൾ നമുക്ക് റിമൈൻഡർ ഒന്നും വന്നില്ല. ഓക്കെ, 11x എന്ന് പറയുന്നത് 11 × 4, എക്സിന് 4 കൊടുത്തു. സോ 11 × 4/4, അതായത് 44/4 which is equal to 11 എന്ന് വരും. ഓക്കെ, 11 × 4 എന്ന് പറയുന്നത് 44 ആണ്. 44/4 11 ആണ്. സോ 11 പ്ലസ് 1 12 എന്ന് വരും. ഇനി ഇതേപോലെ അടുത്ത 4ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 8 എന്ന് എടുക്കാം. ഓക്കെ, 4ൻ്റെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ 8 അല്ലേ. സോ നമ്മൾ 11 × 8/4 പ്ലസ് 1. അപ്പോൾ 8ഉം 4ഉം കട്ട് ചെയ്യാം അല്ലേ. 4 × 2 ആണ് 8. സോ ഇവിടെ 2 വരും. 8 കട്ട് ചെയ്യുമ്പോൾ 2 വരും. 2 × 11 എന്ന് പറയുന്നത് എന്താ, 22 പ്ലസ് 1. അപ്പോൾ അടുത്ത് സം ചെയ്തത് 23 കിട്ടി. ദെൻ നെക്സ്റ്റ് ടേം എക്സിൻ്റെ അടുത്ത മൾട്ടിപ്പിൾ എക്സ് ഇസ് ഈക്വൽ ടു 12 എന്ന് കൊടുക്കാം. അപ്പോൾ 11 × 12/4. അപ്പോൾ 4ഉം 12ഉം കട്ട് ചെയ്താൽ ഇവിടെ 3 കിട്ടും. ഓക്കെ, 4 × 3 ആണ് 12. സോ പ്ലസ് 1 ഉണ്ട്. ഓക്കെ, സോറി. അപ്പോൾ ഇതെന്ത് വരും, 11 × 3
33 പ്ലസ് ഒരു 1 ഉണ്ട്. സോ ആ 1 കൂടി ചെയ്യുമ്പോൾ 34 എന്ന് വരും. സോ നമുക്ക് രണ്ട് സീക്വൻസസ് ഫോം ചെയ്യാനാണ് പറഞ്ഞത്. അതിൽ ഒന്ന് നമ്പർ ഓഫ് ബേർഡ്സിൻ്റെ സീക്വൻസ് ആണ്. ആ നമ്പർ ഓഫ് ബേർഡ്സ് എന്ന് പറയുന്നത് എക്സ് ആണല്ലേ. അപ്പോൾ എക്സ് ഇവിടെ എന്തൊക്കെയാണ് കൊടുത്തത്? എക്സ് 1 കൊടുത്തപ്പോൾ നമുക്ക് കറക്റ്റ് നാച്ചുറൽ നമ്പർ കിട്ടിയില്ല. അപ്പോൾ ഇത് പറ്റില്ല. ഓക്കെ, എക്സ് ഈക്വൽ ടു 1 എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ദെൻ നെക്സ്റ്റ് എക്സ് ഇസ് ഈക്വൽ ടു 4 കൊടുത്തപ്പോൾ കറക്റ്റ് നാച്ചുറൽ നമ്പർ കിട്ടി. സോ എക്സ് ഇസ് ഈക്വൽ ടു 4 ആണ് സീക്വൻസിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 4 ആയിരിക്കും. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു 8, എക്സ് ഇസ് ഈക്വൽ ടു 12. അങ്ങനെയാണ് അപ്പോൾ ബേർഡ്സിൻ്റെ നമ്പേഴ്സിൻ്റെ സീക്വൻസസ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് 4, 8, 12 എക്സെട്ര. ഇനി അടുത്തത് നമ്മൾ ആ സമ്മ് ചെയ്ത് കിട്ടിയിട്ടുള്ള വാല്യൂസിൻ്റെ സീക്വൻസ്. അതായത് ആദ്യത്തെ ടേം നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 4 എന്ന് കൊടുത്തപ്പോൾ 12 ആണ് കിട്ടിയത്. അപ്പോൾ ആദ്യത്തെ ടേം 12 വരും. ദെൻ നെക്സ്റ്റ് 23 ആണ്. അപ്പോൾ അടുത്ത 23. ദെൻ തേർഡ് ടേം 34 എക്സെട്ര. ഓക്കെ, ഇങ്ങനെയാണ് രണ്ട് സീക്വൻസ് വരിക. ഇനി ഈ രണ്ട് സീക്വൻസിൻ്റെയും എന്താ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്? ഇതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അത് നോക്കാം. സോ രണ്ട് സീക്വൻസ്, ഒന്ന് നമ്പർ ഓഫ് ബേർഡ്സിൻ്റെ സീക്വൻസ് ആണ്, അത് 4, 8, 12 അങ്ങനെ പോകും. ദെൻ നമ്മൾ സമ്മ് കണ്ടുപിടിച്ചിട്ടുള്ള സീക്വൻസ് ആണ്, അത് 12, 23, 34 അങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ട് സീക്വൻസ് കിട്ടി. ഇനി ഓൾജിബ്രിക് എക്സ്പ്രഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? xn is equal to dn plus f minus d അല്ലേ. അപ്പോൾ ഇവിടെ d കണ്ടുപിടിക്കുക. ദെൻ നെക്സ്റ്റ് എഫ്, ഫസ്റ്റ് ടേം എഫ് കാണാം. സോ ഇവിടെ ഫസ്റ്റ് ടേം എഫ് ഇസ് ഈക്വൽ ടു 4 ആണ് നമ്പർ ഓഫ് ബേർഡ്സിൻ്റെ സീക്വൻസിൽ. ദെൻ ഡീൻ്റെ വാല്യൂ എന്താ? d is equal to സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. അതായത് സെക്കൻഡ് ടേം ഇവിടെ 8 ആണ്. സോ 8 മൈനസ് 4 എന്ന് വരും. ഓക്കെ, ഇനി എക്സ് എൻ കണ്ടുപിടിക്കുക. എക്സ് എൻ ഇസ് ഈക്വൽ ടു ഡി ഇൻറ്റു എൻ ആണ്. സോ ഡീൻ്റെ വാല്യൂ 4 ആണ്. 4n. ദെൻ പ്ലസ് എഫ് മൈനസ് ഡി. എഫിൻ്റെ വാല്യൂ 4 മൈനസ് ഡി. ഡീൻ്റെ വാല്യൂ 4. സോ എക്സ് എൻ ഇസ് ഈക്വൽ ടു 4n എന്ന് കിട്ടും. ഓക്കെ, 4 മൈനസ് 4 0 ആയി. സോ 4n എന്ന് കിട്ടും. ഇനി അതേപോലെ ഈ സീക്വൻസ്, അതായത് സമ്മ് കണ്ടിട്ടുള്ള സീക്വൻസിൻ്റെ ജനറൽ ഫോം ആണ്. അതിന് എഫ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 12 ആണ്. ദെൻ ഡി ഇസ് ഈക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അതായത് 23 മൈനസ് 12 11 എന്ന് വരും. ഓക്കെ, ഇനി എക്സ് എൻ ഇസ് ഈക്വൽ ടു എന്താണ്? ഡി എൻ, ഡി ഇൻറ്റു എൻ, 11 ഇൻറ്റു എൻ പ്ലസ് എഫ് മൈനസ് ഡി. എഫ് എന്താ? 12 മൈനസ് ഡിൻ്റെ വാല്യൂ 11. ഓക്കെ, അപ്പോൾ എക്സ് എൻ ഇസ് ഈക്വൽ ടു 11n പ്ലസ് 1. ഓക്കെ, അപ്പോൾ രണ്ട് സീക്വൻസിൻ്റെയും ഓൾജിബ്രിക് എക്സ്പ്രഷനും കണ്ടുപിടിച്ചു. സോ ഇന്ന് നമ്മൾ ഈ എക്സസൈസിലുള്ള രണ്ട് പ്രോബ്ലംസാണ് ചെയ്തത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി ചെയ്യാം.